നമസ്കാരം. വിധിയെ തടുക്കാൻ വിധി കർത്താവിന് പോലും പറ്റില്ല. അതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ എന്തിലായാലും ഒരാളുടെ തലയിൽ ഇന്നതാവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായെങ്കിലും ഒരാൾ ഇന്ന പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തണം, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തണം, അത് വിധിയാണ്. അത് സംഭവിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. വിധിയുടെ മുന്നിൽ സറണ്ടർ ആവുക എന്നത് മാത്രമാണ് നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. പരിഹാരങ്ങളൊക്കെ ഉണ്ട്, പരിഹാരത്തിലൊന്നും വലിയ കാര്യമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. 2% മാറ്റങ്ങളൊക്കെ വരാം. പക്ഷെ വിധി ഇതാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ചിലരുടെ വിവാഹ ജീവിതം എടുക്കുമ്പോൾ തന്നെ അറിയാം, ഇന്ന ആളുടെ വിവാഹം ചെയ്ത് ദുരിതത്തിലാവാൻ വിധിയെങ്കിൽ അതായിരിക്കും. ഇന്ന ആളെ വിവാഹം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ വിധിയുണ്ടെങ്കിൽ അതായിരിക്കും. മനസ്സിലായില്ലേ? ഈ പ്രണയബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തീഷ്ണമായ പ്രണയം മിക്കതും നമ്മൾ ഈ ജന്മത്തിൽ ഉണ്ടാവുന്നതല്ല, പൂർവ്വജന്മപരമായിട്ട് വരുന്ന വാസനയാണ് ആ പ്രണയം. അതിപ്പം പ്രണയം 2 രീതിയിലുണ്ടാവാം. തീഷ്ണമായ പ്രണയത്തിൻ്റെ അട്രാക്ഷൻ്റെ ആയിട്ട് തീഷ്ണമായ പ്രണയം 2 രീതിയിലുണ്ടാവാം. അത് പൂർവ്വജന്മത്തിൽ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഈ ജന്മം ആഗ്രഹം സാധിക്കണം, ഇതുപോലെ നിങ്ങളെ ഉയർത്താൻ വേണ്ടി ഉണ്ടാവാം. അല്ലാതെ വേറെ ഉണ്ട്. പൂർവ്വജന്മത്തിൽ അഭിപ്രായം വെച്ച് പല രീതിയിലുള്ള പരസ്പരം ദുഷ്ടത്തരം കാണിച്ച് ആ രീതിയിൽ പ്രണയം വന്ന് ഈ ജന്മം ആ ആളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പ്രണയം ഉണ്ടാവാം. പ്രണയം മൂലം ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാം, അയാൾ ഉന്മൂലനം, അയാൾ ഇല്ലാതെ ആവാം. പ്രണയം എന്നത് ഈ ജന്മത്തിൽ ഉണ്ടാവണം. തീഷ്ണമായ പ്രണയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ യാദർച്ഛികമായിട്ട് സൗന്ദര്യം കൊണ്ടുള്ള പ്രണയം എന്നല്ല പറയുന്നത്. പ്രണയബന്ധങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാം, അയാളുടെ ഉന്മൂലനം ഉണ്ടാവാം. പ്രണയബന്ധങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയും. അത് പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൂർവ്വജന്മം ബന്ധമില്ലാതെ ഒരാൾക്ക് തീഷ്ണമായ പ്രണയം ഉണ്ടാവത്തില്ല. എന്നെ കാണാൻ വരുന്നവർക്ക് അറിയാം എത്ര പേരുടെ പ്രണയബന്ധം. ഞാൻ ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ ശത്രുക്കളാവും, ഒരു കാരണവശാൽ ഒന്നിക്കാൻ പാടില്ല. പക്ഷേ പ്രണയബന്ധമില്ലേ, പ്രണയത്തിന് ആര് പറഞ്ഞാലും പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ലെന്ന് പറയും. മനസ്സിലായി? ഇന്ന സ്ഥലം അത് വിധിയാണ്. എത്ര പേര് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2 പേര് വന്നിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ആ പ്രണയത്തിലാണ്, ഇന്ന സമയത്ത് എത്തുമ്പോൾ നിങ്ങൾ അഭിപ്രായം 100% അത് 2 പേര് പിരിയാൻ ഇപ്പോൾ അയാൾക്കെതിരെ കോടതിക്ക് കേസ് കൊടുത്തിരിക്കുക. പ്രണയബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഒന്നീ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുക, നിങ്ങളെ ഉയർച്ചയിലെത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ തകർച്ച. അത് പ്രണയബന്ധമല്ല, വിവാഹമായാൽ പോലും ബന്ധങ്ങൾ, അത്തരത്തിലുള്ള ബന്ധങ്ങൾ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ട് പൂർവ്വജന്മം നോക്കുമ്പോൾ ശത്രുവാണെങ്കിൽ അതിൻ്റെ പരിഹാരം ചെയ്യാതെയാണ് നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് നാശമാണ്. ആർക്കാണോ അത് നാശം ഉണ്ടായിരിക്കും. അത് യാതൊരു സംശയവുമില്ല. പൂർവ്വജന്മം നോക്കുമ്പോൾ അനുകൂല ഭാവമാണെങ്കിൽ മാത്രമേ വിവാഹത്തിന് എടുക്കുക. 10 പൊരുത്തത്തിലൊക്കെ 10 പൊരുത്തമൊക്കെ ഇപ്പോൾ 10ൽ 9 പൊരുത്തമുള്ളവർക്ക് അത് കോടതി കയറി ഇറങ്ങണമെന്ന് നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ അതിലൊന്നും കാര്യമില്ലെന്നല്ല, അത് മാത്രം വച്ചിട്ട് കാര്യമില്ല. പൂർവ്വജന്മത്തിൽ അനുകൂലമായിട്ടുള്ളവർ മാത്രമേ വിവാഹ ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കുന്നുള്ളൂ. അതിന് യാതൊരു സംശയവുമില്ല. അതിപ്പോൾ ലക്ഷണശാസ്ത്രത്തിൽ തെളിയും. അതിന് 2018 തോന്നുന്നു എൻ്റെ അടുത്ത് കാണാൻ വന്ന എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ട് 10ൽ 9 പൊരുത്തമുണ്ട്, നിങ്ങൾക്ക് എന്ത് ചേർക്കാം. പക്ഷെ അത് നമ്മൾ ഈ ലക്ഷണശാസ്ത്ര ശത്രുഭാവത്തിൽ കാണും. ഇന്ന സമയത്ത് അവർ ശത്രുവായിട്ട് മാറും. അവരിതാ ഇപ്പം അയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടി എന്ന രീതിയിൽ. അത് പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ട് പൂർവ്വജന്മത്തിലെ ചില കർമ്മിത ഫലത്തിൻ്റെ ഫലമായ അദ്ദേഹം അത് ഏക സൊല്യൂഷൻ എന്തിനും. ഇപ്പം ഒരു പ്രശ്നം നടന്നതിന് ശേഷം പരിഹാരം ചെയ്യുന്നതിനേക്കാൾ നല്ല ആ പ്രശ്നം സംഭവിക്കാതിരിക്കുന്നതാണ്. പരിഹാരമൊന്നും ഇല്ല, പല കാര്യങ്ങൾക്കും പരിഹാരമൊന്നുമില്ല. ഇന്നത് സംഭവിക്കാൻ ലക്ഷണശാസ്ത്രത്തിൽ ഇന്നത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിൽ നിന്ന് മാറി നടക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ പ്രണയം, വിവാഹം ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ 2 ഊർജ്ജങ്ങളാണ്. 2 ഊർജ്ജങ്ങൾ ഒന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ചിലപ്പോൾ ഒരാളുടെ ഊർജ്ജം പോസിറ്റീവ്, ഒരാളുടെ ഊർജ്ജം നെഗറ്റീവ്. ഒരു സയൻസാണിത്. ഇത് ഒന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് 9 പൊരുത്തം 10 പൊരുത്തം നോക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. അത് നോക്കിയിട്ട് കാര്യമില്ലെന്നല്ല. 10ൽ 10 പൊരുത്തമുള്ള ഇപ്പോൾ ഹിന്ദുക്കൾക്കാണല്ലോ കൂടുതൽ ഡിവോഴ്സ്. അതെന്താണ് കാര്യം? അവർ 10ൽ 10 പൊരുത്തം നോക്കണമെങ്കിൽ അർത്ഥമില്ല. അവർ പൂർവ്വജന്മം നോക്കണം. ഈ പ്രണയബന്ധങ്ങൾ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പൂർവ്വജന്മത്തിൽ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, പൂർവ്വജന്മത്തിൽ അത് ആരുടെ മറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ, പൂർവ്വജന്മത്തിൽ ശത്രുഭാവത്തിലാണ് നിൽക്കുകയെങ്കിൽ 100% പരിഹാരം ചെയ്യുകയാണെങ്കിൽ, ആ ഊർജ്ജങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ല ഈ 10ൽ 10 പൊരുത്തം ഈ ജ്യോത്സ്യന്മാർ, അത് ശാസ്ത്രീയത ഇല്ലാതെയാണ്. ഈ 10ൽ 10 പൊരുത്തം നോക്കുന്നത് ശാസ്ത്രം എന്ന് വെച്ചാൽ 2 വ്യക്തികളാണ്. 2 വ്യക്തികൾ, 2 സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന 2 വ്യക്തികൾ, 2 ഊർജ്ജങ്ങളാണ്. ഈ ഊർജ്ജങ്ങൾ ഒന്നിക്കുമ്പോൾ ഈ 10 പൊരുത്തത്തിൽ യാതൊരു അർത്ഥമില്ലെന്നല്ല, ഐക്യമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അട്രാക്ഷൻ അതൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരാളുടെ ജീവിതം ഇന്ന പൊസിഷൻ ഇപ്പം ഇതുവരെയുള്ള സ്ഥാനത്ത് നിങ്ങൾ എത്തിപ്പെടാൻ കാര്യം അത് പൂർവ്വജന്മത്തിലെ കർമ്മിത ഫലത്തിൻ്റെ ഫലമായി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കും. അതിൽ അഹങ്കരിച്ചില്ലെങ്കിലും നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ ഇപ്പോൾ നല്ലൊരു ജോലി കിട്ടിയാൽ അതിനകത്ത് പൂർവ്വജന്മത്തിൻ്റെ ഫലമാണ്. ഇന്ന ആൾ ഇന്ന പൊസിഷൻ ഇന്ന അവസ്ഥയിൽ ഇരിക്കാൻ കാര്യം പൂർവ്വജന്മത്തിൻ്റെ ഫലത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ ചെയ്ത് കൂട്ടിയ നല്ലതും തിന്മയായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ഫലമായി ഇവിടെ എത്തിയിരിക്കുന്നു. മനസ്സിലായി? അപ്പോൾ പൂർവ്വജന്മം നോക്കുമ്പോൾ നെഗറ്റീവ് ഊർജ്ജമാണെങ്കിൽ ആ ബന്ധം ചേരത്തില്ല. അത് 10ൽ 10 പൊരുത്തം ഉണ്ടെന്ന് എന്തൊക്കെ പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളിലാണ് കൂടുതൽ ഡിവോഴ്സ് ഉണ്ടാവുക. മനസ്സിലായി? ഇത്രയും പൊരുത്തം നോക്കിയിട്ട് ഹിന്ദുക്കൾക്ക് മാത്രം ഡിവോഴ്സ് ഉണ്ടാവണം.
ചിന്തിച്ചിട്ട് ഈ ജ്യോത്സ്യന്മാർ നോക്കുന്നതും മിക്കതും അബദ്ധമാണ്. ഉപാസന ഇല്ലാതെ വിവാഹ പ്രശ്നം നോക്കാതെ 10 പേർക്ക് നോക്കി, അത് അബദ്ധമെന്നല്ല, അതിലുപരി അതൊരു ദ്രോഹം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പം കാണാൻ വന്നു ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ട്വിൻ ഫ്ലെയിം എന്ന് വെച്ചാൽ പ്രണയബന്ധം തീക്ഷ്ണമായപ്പോൾ ട്വിൻ ഫ്ലെയിം ബന്ധമാണോ ദുരിതമാണോ, അത് ഞാൻ പറഞ്ഞ കാര്യം മാറ്റി പറയാറില്ല. ട്വിൻ ഫ്ലെയിം ബന്ധമാണോ ദുരിതമാണോ എന്ന് വെച്ചാൽ ഒരു ആത്മാവ് 2 ശരീരത്തിലാണ് എന്ന് വെച്ചാൽ ഒരാളുടെ മിറർ എഫക്റ്റ് തന്നെയാണ്. ട്വിൻ ഫ്ലെയിം ബന്ധം ഒന്നിച്ചിട്ടുണ്ടോ ദുരിതമാണോ, അത് യാതൊരു സംശയമാണ്. കർമ്മിത ഫലം എന്ന് വെച്ചാൽ ആ കർമ്മിത ഫലം കർമ്മിക്കായിട്ടുള്ള അത് സോൾവ് ചെയ്യുക, ആ കർമ്മ സോൾവ് ചെയ്യാതെ അവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദുരിതമാണ്. അതിന് യാതൊരു സംശയമില്ല. ട്വിൻ ഫ്ലെയിം ബന്ധം ആരെങ്കിലും സമാധാനം ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ്. ട്വിൻ ഫ്ലെയിം ബന്ധം ദുരിതം തന്നെയാണ്. എന്ന് വെച്ചാൽ അത് പ്യുവർ എൻലൈറ്റ്മെന്റിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ദൈവിക ഡിവൈൻ ലവ് തന്നെയാണ്. അതിനൊന്നും യാതൊരു ആത്മാക്കളുണ്ട്, ലൈഫ് പർപ്പസ് അല്ല, അതിന് സോൾ പർപ്പസ് ആണ് ആ റിലേഷന്റെ ഏക പ്രത്യേകത. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എൻലൈറ്റഡ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ ലൈഫ് പർപ്പസിന്റെ ഭാഗമാണ്. നമ്മൾ ഭൂമിയിൽ ജീവിക്കും, ലൈഫ് പർപ്പസ് പിടിച്ചുകൊണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കും. ഇപ്പോൾ കല്യാണം, ഉയർച്ച, ജോലി, കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ലൈഫ് പർപ്പസിന്റെ ഭാഗമാണ്. ഈ ട്വിൻ ഫ്ലെയിം റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് അഗാധമായ പ്രണയം തന്നെയാണ്, പക്ഷെ സോൾ പർപ്പസിന് വേണ്ടിയാണ്. മനസ്സിലായി? എത്രയും വേഗം എൻലൈറ്റഡ് ആക്കുക. എൻ്റെ ഉള്ളിലെ മുറിവ് ആ അടുത്ത ട്വിൻ ഫ്ലെയിമിന് മാത്രമേ അറിയാവൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ മുറിവൊക്കെ ഉണക്കി വേദന മാത്രം ഒരിക്കലും ട്വിൻ ഫ്ലെയിം ബന്ധം ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ട്വിൻ ഫ്ലെയിം ബന്ധമാണോ? ട്വിൻ ഫ്ലെയിം ബന്ധം ആയിരിക്കണം. അത് വേദന മാത്രമാണ്, അതിന് യാതൊരു സംശയമില്ല. എൻ്റെ അടുത്ത് 2018 കാലഘട്ടം ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 100% ആരുടെ വെച്ച് പറഞ്ഞത് ഇത് ചേർക്കരുത്, ഇന്ന സമയത്ത് നിങ്ങൾ പിരിയും, ശത്രുക്കളാവും. ഒരു കാരണവശാലും അവർ അത്രയ്ക്ക് തീക്ഷ്ണതയാണ്. ട്വിൻ ഫ്ലെയിം ബന്ധം അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആരൊക്കെ എതിർത്താലും അവർ ഒന്നിക്കാൻ വേണ്ടിയുള്ള തീക്ഷ്ണതയിൽ അവർ ഒന്നിക്കുകയുണ്ടായി. ഒരുപാട് പ്രശ്നം, ഒരുപാട് ദുരിതം. എന്ന് മുതലോ എന്ന് അവർ ഒന്നിച്ചോ അന്ന് മുതൽ ഒരുപാട് ദുരിതങ്ങൾ. മനസ്സിലായില്ലേ? എന്നാൽ അവർക്ക് പിരിയാനും, അവരൊക്കെ ഉള്ളിൽ ഇഷ്ടമാണ്, എന്നാൽ അവർക്ക് പിരിയാനും പറ്റാത്ത ഒരു രീതിയിലുള്ള വെച്ചാൽ ഈ ട്വിൻ ഫ്ലെയിം ബന്ധമാണെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ, അതായത് തൊട്ടടുത്ത ജന്മങ്ങളിൽ ഇവർ ശത്രുക്കളൊക്കെ ആയിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പരിഹരിക്കാതെ അത് ഹീൽ ചെയ്യിക്കാതെ അവർ ഒന്നിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ഇതിന് പ്രത്യേകം ഇവർ തമ്മിൽ ഇഷ്ടമില്ലെന്നല്ല, സോൾ പർപ്പസിൻ്റെ സോൾ എൻലൈറ്റ്മെൻ്റ് ആണ്. അവിടെ ലൈഫ് പർപ്പസിന് സ്ഥാനമില്ല. മനസ്സിലായില്ലേ? ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് വന്നിട്ട് പരിഹാരം ചോദിച്ചിട്ട് എന്ത് കാര്യം? ഏക പരിഹാരം ഇന്ന സമയത്ത് ഈ പ്രശ്നം ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, പൂർവ്വജന്മത്തിൽ നിങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇതിന് പരിഹാരം കാണാതെ ഇത് ഹീൽ ചെയ്യിക്കാൻ നിങ്ങൾ ഒന്നിച്ചാൽ ഈ സമയത്ത് ശത്രുക്കളാവും. അത് ഒരു സയൻസാണ്. ഈ ന്യൂട്ടന്റെ ലോ പോലെ എവറി ആക്ഷൻസ് ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും പോലെ അതൊരു സയൻസാണ്. ഇന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞാൽ അവരൊന്നിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് ദുരിതം. ട്വിൻ ഫ്ലെയിം ബന്ധമാണ്, ദുരിതമാണ്. ആരുടത്തിൽ അനുകൂലം, പൂർവ്വജന്മത്തിൽ അനുകൂലമാണെങ്കിൽ മാത്രമേ വിവാഹത്തിലേക്ക് എത്താവൂ. അത് ഏത് പ്രണയം, എത്ര തീക്ഷ്ണത പ്രണയമാണെന്ന് പറഞ്ഞാൽ ദുരിതമാണ്. അത് നമുക്ക് ഒരാളെ കാണുമ്പോൾ അറിയാം. 2 പേരെ നമ്മൾ രാശി എടുക്കുമ്പോൾ ആരുടെ നോക്കുമ്പോൾ അറിയാം അവർ പൂർവ്വജന്മത്തിൽ എങ്ങനെയായിരുന്നു, ശത്രുഭാവത്തിലായിരുന്നോ മിത്രഭാവത്തിലായിരുന്നോ, അതിനനുസരിച്ചായിരിക്കും അവരുടെ വിവാഹ ജീവിതം. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ ഒരാൾ ഇരിപ്പുണ്ട്, ആത്മാവെന്ന രീതിയിൽ ഒരാൾ ഇരിപ്പുണ്ട്. അതെല്ലാത്തിനും സാക്ഷിയായി നിൽപ്പുണ്ട്, നമ്മൾ ചെയ്തു കൂട്ടിയതും ചെയ്യാൻ പോണതിനൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 10ൽ 10 എത്ര പൊരുത്തം, എത്ര ഇഷ്ടമെന്ന് പറഞ്ഞാലും ഇത് ആരുടെ മറഞ്ഞാണ് 2ലും നിൽക്കുന്നതെങ്കിൽ 100% ദുരിതമാണ്. അതിന് പരിഹാരം പലർക്ക് പല പരിഹാരം, ചിലതിനൊന്നും പരിഹാരം കാണത്തില്ല. മനസ്സിലായില്ലേ? പരിഹാരം ഇല്ലെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അറിയാം ഇവർക്ക് തമ്മിൽ പരിഹാരമില്ല. ആകപ്പാട് പരിഹാരം എന്താണ്? ഇത് ഒന്നിക്കാതിരിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ ഈ ട്വിൻ ഫ്ലെയിം ബന്ധമാണെങ്കിൽ അവർ ഒന്നിക്കാനുള്ള തീക്ഷ്ണത ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും, പക്ഷേ ഇത് പൂർവ്വജന്മ അനുകൂലമല്ല. ഇവർക്ക് കർമ്മം ഒരുപാട് കിടപ്പുണ്ടെങ്കിൽ ദുരിതം തന്നെയാണ്. അതിപ്പോൾ ഏത് ജ്യോത്സ്യൻ ഇപ്പോൾ എത്ര പേര് കമന്റ് ഇട്ടാലും ഞാൻ അതിന് എതിർക്കുക തന്നെ ചെയ്യും. ട്വിൻ ഫ്ലെയിം ബന്ധം ഇപ്പം പറയും ട്വിൻ ഫ്ലെയിം ബന്ധം ഡിവൈനാണ്, അത് ദൈവിക ബന്ധമാണ്. ദുരിതം അതിൽ പര ഒന്നുമില്ല. അതിൽ പര എനിക്കൊരു വാക്ക് പറയാനില്ല. ട്വിൻ ഫ്ലെയിം ബന്ധമാണോ, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ പോണില്ല. അപ്പോൾ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ട്വിൻ ഫ്ലെയിമിന് മുമ്പ് വീഡിയോ കിട്ടപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കും ട്വിൻ ഫ്ലെയിം ബന്ധം അങ്ങനെയാണ്, ഡിവൈനാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ബന്ധത്തിൽ ഏർപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. ഡിവൈൻ ലവ് ഒക്കെ തന്നെയാണ്, പക്ഷേ പൂർവ്വജന്മങ്ങളിൽ അനുകൂലം അല്ലെങ്കിൽ അതിൻ്റെ ദുരിതം അനുഭവിച്ചേ പറ്റും. അപ്പോൾ ഈ 10 പൊരുത്തത്തിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. 10 പൊരുത്തം നോക്കുമ്പോൾ ഇന്ന ജോത്സ്യൻ 10ൽ 9 പൊരുത്തമുണ്ട്, 10ൽ 10 ആ ജോത്സ്യന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ വിവാഹ പ്രശ്നത്തിന് വേണം. വിവാഹ പ്രശ്നത്തിൽ പൂർവ്വജന്മത്തിൽ നിങ്ങൾ അനുകൂലമല്ല, ശത്രുഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെയാണ് നിങ്ങൾ ഒന്നിക്കുമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് വരും. ചിലപ്പോൾ ചെറിയൊരു പരിഹാരമായിരിക്കും. മനസ്സിലായില്ലേ? ചെറിയൊരു പരിഹാരം, ചിലപ്പോൾ ഇന്ന ക്ഷേത്രത്തിൽ മാത്രം പോയാൽ ഒരു പ്രാവശ്യം പോയാൽ മതിയായിരിക്കും, ചിലപ്പോൾ ഇന്ന സ്ഥലത്ത് നടത്തിയാൽ മതിയായിരിക്കും. മനസ്സിലായില്ലേ? ഒരു ചിലപ്പോൾ ചിലതിനൊന്നും പരിഹാരം കാണണമെന്നില്ല. അപ്പോൾ അതിന് വിവാഹ പ്രശ്നത്തിന് വേണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ. മറ്റത് നോക്കണമെന്നല്ല, മറ്റത് നോക്കണം. അതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കണം. പൂർവ്വജന്മത്തിൽ നിങ്ങൾ അനുകൂലമായിരുന്നോ എന്നും കൂടെ ചിന്തിക്കണം. അനുകൂലമല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടോ, പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ പരിഹാരം ചെയ്യണം, എന്നിട്ട് വേണം ഒന്നിക്കാൻ.
പ്രണയബന്ധങ്ങളിൽ അകപ്പെടാൻ ഓരോ കാരണങ്ങളുണ്ട്, പൂർവ്വജന്മത്തിലെ ചില കാരണങ്ങൾ. അതിൽ പ്രശ്നങ്ങൾ വരാനും ചില കാരണങ്ങളുണ്ട്. അത് പരിഹരിച്ചില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാം. വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല, അത് ജീവിത അവസാനം വരെ നിലനിൽക്കാൻ ഉള്ളതാണ്. അപ്പം അത് പൂർവ്വജന്മങ്ങളിൽ നോക്കി അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം.